ഓം നമ ശിവായ. മറ്റന്നാൾ ശിവരാത്രിയാണല്ലോ. അപ്പോൾ ശിവരാത്രിയുടെ കഥ ചോദിച്ചിട്ട് 2-3 പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോണത്. മൺഡേ മോർണിംഗ് ആൻഡ് ലെറ്റ് സ്റ്റാർട്ട് ദ വീക്ക് വിത്ത് എ സ്റ്റോറി ഓഫ് ശിവരാത്രി. അപ്പോൾ ഈ ദുർവാസ മഹർഷിക്ക് ഒരു നല്ലൊരു പൂമാല കിട്ടും. നല്ല മണമുള്ള പൂക്കൾ കൊണ്ട് കോർത്തൊരു പൂമാല കിട്ടുമ്പോൾ അത് ദുർവാസ മഹർഷി നേരെ കൊണ്ടുപോയി ഇന്ദ്രന് കൊടുക്കും. ഇന്ദ്രൻ ഇസ് ദ കിങ് ഓഫ് ദ ഗോഡ്സ് എന്ന് വെച്ചാൽ ദേവന്മാർക്ക് ഉള്ളത് എന്താണ്? ചിരഞ്ജീവിത്വം. അപ്പോൾ അവർക്ക് ഇന്ദ്രന് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ഇന്ദ്രൻ അത് ഐരാവതം, അങ്ങേരുടെ വാഹനമായ ഐരാവതം വിച്ച് ഇസ് എ എലിഫൻറ്റ്, ഐരാവതത്തിന് തലയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ഐരാവതം എന്ത് ചെയ്യും? വണ്ടുകൾ ഇങ്ങനെ പൂവിനെ ചുറ്റും ഇങ്ങനെ നടക്കുകയാണല്ലോ. ഇറിറ്റേഷൻ കാരണം ആ പൂവ് മാല എടുത്തിട്ട് താഴെ ഇട്ടിട്ട് കാലുകൊണ്ട് തേച്ച് കളയും. അത് കാണുമ്പോൾ ദുർവാസക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് ദുർവാസ വന്നിട്ട് ദേവന്മാരുടെ ചിരഞ്ജീവിത്വം പോട്ടെ എന്ന് ശപിക്കും. അപ്പോൾ ദേവന്മാർ ഓടിപ്പോവും. ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കും, ബ്രഹ്മാവേ, ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് ചിരഞ്ജീവിത്വം ഇല്ലെങ്കിൽ ഞങ്ങളെ അസുരന്മാർ ഇല്ലാണ്ടാക്കും. വാട്ട് ക്യാൻ വി ഡൂ എന്ന് ചോദിക്കുമ്പോൾ ബ്രഹ്മാവ് പറയും, നമ്മുടെ മഹാവിഷ്ണു കിടക്കണ പാലാഴി ഉണ്ടല്ലോ, മിൽക്കി ഓഷൻ, അത് കടഞ്ഞാൽ അതിൻ്റെ അകത്തിൽ നിന്ന് നിങ്ങൾക്ക് അമൃതം കിട്ടും. ആ അമൃതം നിങ്ങൾ ഭക്ഷിച്ചാൽ നിങ്ങൾക്ക് ചിരഞ്ജീവിത്വം കിട്ടുമെന്ന് പറയും. അപ്പോൾ ഇത് വലിയ ഓഷനല്ലേ, ഓഷൻ എന്ന് പറഞ്ഞാൽ വലിയ കടലല്ലേ, ഇതെങ്ങനെ അവർ തന്നെ ചെയ്യും എന്ന് നോക്കുമ്പോൾ മഹാവിഷ്ണു പറയും, അതിനെന്താ, നിങ്ങളുടെ ബ്രദേഴ്സ് ആണല്ലോ, അതിഥിയിലും ദിത്തിയിലും ജനിച്ചവരാണല്ലോ ദേവന്മാരും അസുരന്മാരും. അവരുടെ അടുത്ത് പോയി ചോദിക്കൂ, നിങ്ങളെല്ലാം ഈക്വലായിട്ട് ഷെയർ ചെയ്യാമെന്ന് പറയൂ. അപ്പോൾ അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഈ പാലാഴി കടയാൻ. അപ്പം നടുക്ക് മന്ദരപർവ്വതത്തിനെ വെച്ച്, പിന്നെ വാസുകി എന്ന വലിയൊരു പാമ്പുണ്ട്, അതിനെ റോപ്പ് മാതിരി യൂസ് ചെയ്ത് ഒരു സൈഡിൽ ദേവന്മാരും ഒരു സൈഡിൽ അസുരന്മാരും നിന്നിട്ട് പാലാഴി കടയാൻ തുടങ്ങും. എന്നിട്ട് പാലാഴി കടയുമ്പോൾ ഉണ്ടല്ലോ ഓരോരോ അടിപൊളിയായിട്ടുള്ള സാധനങ്ങൾ അതിൽ നിന്ന് ഇങ്ങനെ ഉത്ഭവിച്ച് വരാൻ തുടങ്ങും. ചിന്താമണി എന്ന് പറയണ രത്നം വിച്ച് ഗ്രാൻസ് ഓൾ ദ വിഷസ്. ദെൻ കൽപ്പവൃക്ഷം, പിന്നെ കാമധേനു, പിന്നെ അതുകൂടാണ്ട് കൗസ്തുഭം, സാക്ഷാൽ മഹാലക്ഷ്മി, അതുകൂടാണ്ട് നല്ല നല്ല ഹോഴ്സസ് ആൻഡ് എലിഫൻസ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പാലാഴിയിൽ നിന്ന് ഇങ്ങനെ ഉത്ഭവിച്ച് വരുമ്പോൾ ഇതൊക്കെ ഈക്വലായിട്ട് ദേവന്മാരും ഋഷിമാരും തമ്മിൽ ഡിവൈഡ് ചെയ്തെടുക്കും. പക്ഷേ അമൃതം പുറത്തു വരണേക്കാട്ടും മുമ്പ് ആദ്യം വരണ എന്താണെന്നറിയോ? കാലകൂട വിഷം എന്ന് പറഞ്ഞാൽ സാധാരണ വിഷമല്ല, ഇറ്റ് ഈസ് എ വെരി സ്ട്രോങ് ടൈപ്പ് ഓഫ് വിഷം. ഈ വിഷം എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് തിക്ക് ബ്ലാക്ക് പേസ്റ്റ് മാതിരിയാണ് അതിഥിന്ന് ഇങ്ങനെ വരണത്. അത് പൊങ്ങി വരുമ്പോഴേക്കും തന്നെ ദേവന്മാരുടെയും ഋഷിമാരുടെയും പിന്നെ അസുരന്മാരുടെയും എല്ലാവരുടെയും കണ്ണ് അടക്കം പുകഞ്ഞ് അവർക്ക് വയ്യാണ്ടാവും. അപ്പം ഈ വിഷം അതെന്ത് ചെയ്യുന്ന അവർക്ക് ഒന്നും അറിയില്ല. ഇതുവരെ വന്ന സാധനങ്ങളൊക്കെ നല്ല നല്ല കാര്യങ്ങളായ കാരണം അത് ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എടുത്തു. പക്ഷേ ഈ വിഷം ദേവന്മാർക്കും വേണ്ട അസുരന്മാർക്കും വേണ്ട. അപ്പം ഇതുകൊണ്ട് എന്ത് ചെയ്യുന്നു നോക്കുമ്പോഴാണ് അവർ തീരുമാനിക്കുക, ഇതിന് ഒരാൾക്ക് മാത്രമേ സൊല്യൂഷൻ കാണാൻ പറ്റുള്ളൂ. അതാണ് സാക്ഷാൽ മഹാദേവൻ. പരമേശ്വരൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കും, പരമേശ്വര, ഞങ്ങളെ രക്ഷിക്കാൻ പറ്റുമോ? ഈ കാലകൂട വിഷം, ഈ അമൃതം കടയുമ്പോൾ ഞങ്ങൾക്ക് പാലാഴിയിൽ നിന്ന് കിട്ടിയതാണ്, ഇത് ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഭോലേനാഥാണല്ലോ, അദ്ദേഹം പറയും, അതിനെന്താ, ഇങ്ങോട്ട് കൊണ്ടുവരൂ, ഞാനത് ഭക്ഷിച്ചോളാം എന്ന് പറയുമ്പോൾ പാർവതി ദേവിക്ക് അങ്ങോട്ട് ടെൻഷനാവും. എന്ന് വെച്ചാൽ ഹെർ ഹസ്ബൻഡ് അല്ലേ, അപ്പോൾ നിങ്ങൾ എന്താ ഈ പറയണേ? അതിനെന്താ, ലോകത്തിൻ്റെ ഹിതത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാലകൂട വിഷം കൺസ്യൂം ചെയ്യണത്, അതിൽ വലിയ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് സംഹാരമൂർത്തിയായ പരമേശ്വരൻ അല്ലെങ്കിൽ എറണാകുളത്തപ്പൻ വിഷം എടുത്തിട്ട് ഇങ്ങനെ അതിൻ്റെ അകത്തോട്ട് ഒഴിക്കുമ്പോൾ ഭഗവതി എന്ത് ചെയ്യും? അകത്തോട്ട് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്
കഴുത്തിൻ്റെ താഴെ, കണ്ഠത്തിൻ്റെ താഴെ ഇങ്ങനെ അമർത്തി പിടിക്കും. അപ്പോൾ ഈ ദേവന്മാരും അസുരന്മാരെന്ത് ചെയ്യും? ഇവിടെ പിടിക്കും, പുറത്ത് വരാണ്ടിരിക്കാൻ. അപ്പം അത് ഭഗവാന്റെ കഴുത്തിൽ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കും. സ്റ്റക്കായി നിൽക്കുമ്പോൾ എന്താവും? ഈ വശം നീല കളറ് ബാധിക്കും. ഭഗവാൻ ബിക്കംസ് നീലകണ്ഠൻ. അതാണ് ഭഗവാന്റെ അങ്ങനെ ഒരു പേര് വന്നത്. അപ്പം ഈ വിഷം കൺസ്യൂം ചെയ്ത കാരണം ഭഗവതി ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ പറയണ ഉത്തരാണ്, രാത്രി മുഴുവൻ അദ്ദേഹം ഉറങ്ങാണ്ട് നോക്കണം. ഉറങ്ങാണ്ട് നോക്കിയാൽ ഈ വിഷത്തിൻ്റെ അംശം മുഴുവൻ പോയിക്കോളും, അങ്ങേരെ ഒരു തരത്തിലും ഇത് അഫക്റ്റ് ചെയ്യില്ല എന്ന് പറയുമ്പോൾ ഭഗവതി വന്നിട്ട് ഭഗവാനെ രാത്രി മുഴുവൻ ഉറക്കാണ്ട് നോക്കും. അതാണ് ശിവരാത്രി. ആൻഡ് ഈ പാലാഴി കടഞ്ഞ് വരുമ്പോഴാണ് അമൃതം വരണേ. ആ അമൃതമാണ് നമ്മൾ ഇപ്പോൾ കാണുന്ന കുംഭമേളയുടെ ഓരോ സ്ഥലത്തും വീണു എന്നൊക്കെ പറയില്ലേ. ഇപ്പോൾ നമ്മുടെ പ്രയാഗ്രാജിൽ ഇപ്പോൾ കഴിയാറായിട്ടുണ്ടല്ലോ, അത് ശിവരാത്രിയുടെ അന്നാണ് അവസാനിക്കണത് നമ്മുടെ മഹാകുംഭം. എവ്രിതിങ് ഇസ് ലിങ്ക്ഡ് അല്ലേ? അപ്പോൾ ശിവരാത്രിയുടെ അന്ന് നമ്മളെല്ലാവരും കൂടിയിട്ടും ഭഗവാന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് വി വിൽ ഓൾസോ സിറ്റ് വ്രതം ആൻഡ് വി വിൽ ഓൾസോ പ്രോമിസ് ടു നോട്ട് സ്ലീപ്പ്. അന്നത്തെ ഒരു രാത്രി നമുക്കും വേണ്ട ഉറക്കം, നമ്മളും ഓം നമ ശിവായ ജപിച്ച് ഇരിക്കാം. ഇതാണ് ശിവരാത്രിയുടെ കഥ. I hope you all enjoyed the story and I hope all of you keep the vrat of Shivratri. Om Namah Shivaya. Shambho Mahadeva.